എല്ലാരും ഒന്ന് ശ്വാസം അടക്കി പിടിച്ചിരുന്നോ, കാരണം ചിരിയുടെ മാലപ്പടക്കമാണ് ഇനി ഈ ഫ്ലോറിൽ വരാൻ പോകുന്നത്. അടുത്ത ഐറ്റമായിട്ട് ഇങ്ങോട്ട് വരുന്ന ആരൊക്കെയാണെന്നറിയോ? ശ്യാം തൃക്കുന്നപ്പുഴ, കൊച്ചു പ്രദീപ് ആൻഡ് അമൽ. വേറെ പറക്കച്ച മോലാളി. പിള്ളേർ രണ്ടും, ഒരാള് ഇംഗ്ലണ്ടില്, ഒരാള് UAയില്, ഒരാള് UK അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട്. ഞാൻ ഒറ്റയ്ക്ക് കാര്യസ്ഥ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ചില ചിലക്കാരും പരിപാടിയൊക്കെ ഇട്ട് അങ്ങനെ ഇവനെ ഈ ചെറുക്കനെ ഒരു കാര്യം ഏൽപ്പിച്ച ചെയ്യത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമുണി രാമുണിയെ രാമുണി എന്താ ബ്രേക്ക് അങ്ങ് നിന്ന കാര്യമായി. അല്ല എന്റെ മൂക്കിനകത്തോട്ട് ഇപ്പൊ കയറിപ്പോയ എത്ര നേരമായിട്ട് ഇവിടെ കിടന്ന് തൊണ്ടയിട്ട് അളിക്കുന്നു ഈ പറക്കച്ച മുതലാളി. എന്റെ മുതലാളി ഞാനിവിടെ കുരുമുളക് പറിച്ചോണ്ടിരിക്കുന്നു. എന്തോ ഇത്ര നേരം കുരുമുളക് പറിക്കുന്നത്? അല്ലല്ല, പറിച്ചോണ്ടിരുന്നപ്പോ ഏണി മറിഞ്ഞാടി പോയി. എന്നിട്ട് ഞാൻ ഒരു കൊല കുരുമുളകില് തൂങ്ങി പിടിച്ച് കിടന്നു. അന്നേരം ഒരു കാക്കച്ചി വന്നിട്ട് അറിഞ്ഞ കൊത്തി. കാക്ക വിചാരിച്ചു ഞാൻ ഈ കുരുമുളകിന്റെ താഴത്ത് തൂങ്ങി കിടക്കണ പ്യൂപ്പയാന്ന്. പിന്നെ ഞാൻ നിന്നോട് വേറൊരു വിവരം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. എനിക്കൊരു കംപ്ലൈന്റ് നിന്നെ കുറിച്ച് കിട്ടി. കഴിഞ്ഞ ദിവസം നീ ആ ജനറൽ ഹോസ്പിറ്റലിലെ വാതിക്ക കണ്ണ് നീ ബഹളം വെക്കുന്നു എന്ന് അവിടുത്തെ പയ്യന്മാർ എന്നെ വിളിച്ചു പറഞ്ഞു. ആ വർക്കച്ച മോലാളി, ആ കാര്യസ്ഥനുണ്ടല്ലോ, അതായത് വർക്കച്ച മോലാളിയുടെ അച്ഛന്റെ പ്രായമുണ്ട്, പക്ഷെ കണ്ടാൽ ഫീൽ ചെയ്യാത്ത ആ മനുഷ്യൻ ബഹളം വെക്കുന്നു എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. എനിക്ക് നാണക്കേടാണ്. അത് ചോദിക്കേ. എന്റെ അച്ഛനെ നെഞ്ചുവേദന എടുത്തിട്ട് ഞാൻ ആശുപത്രി കൊണ്ടുപോയതാ. അവളെ ചെന്നപ്പോ പറയാണ് ഇഞ്ചി 1 ഗ്രാം കൊണ്ട് ചെല്ലാൻ. അച്ഛന്റെ കേസല്ലേ, നിസാര കേസാണോ? 5 കിലോഗ്രാം ഇഞ്ചി അവരുടെ കൈ കൊണ്ടു കൊടുത്തപ്പോ ഡോക്ടർക്ക് എന്നോട് ഇഞ്ചി അങ്ങനെ പറയാനുള്ള സാധ്യതയില്ല. ഞാൻ ചിട്ടിങ്ങനത്തെ അല്ല, അങ്ങനത്തെ എന്റെ കാര്യമില്ലല്ലോ. ഇല്ലില്ല, അങ്ങനെ വരാനുള്ള യാതൊരു മാർഗവും ഞാൻ. എടാ ചെറുപ്പസ്വാമി, ഇത് ഇഞ്ചി 1 ഗ്രാം എന്നാണോ എഴുതി വെച്ചത്? എടാ 5 ഗ്രാം വേണം എന്നാണ്. അതായത് ബ്ലോക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗം ബ്ലോക്ക് കണ്ടുപിടിക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ മുതലാളി, നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെയാണ് ബ്ലോക്ക്, വില്ലേജ്, പഞ്ചായത്ത് ഓഫീസ്. അതിന് പ്രത്യേകിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നീ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാൽ അകത്ത് പോയി ഞാൻ നാരങ്ങ ഞെക്കി എടുത്തോണ്ട് വരും. എന്നിട്ട് അതേ കെച്ച് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വർക്കിച്ച മോലാണ് നിന്നോട് പറയുന്നു. ഇന്ന് പഞ്ചായത്തിൽ നിന്ന് കൊതുകിന് മരുന്നടിക്കാൻ വരും, എങ്ങോട്ടും പൊക്കളയരുത്. അതെന്നോടല്ല, കൊതുകിനോട് പറയണം. ഞാനാണോ പോട്ടത്? അതല്ലെന്ന്, പഞ്ചായത്തിൽ നിന്ന് മരുന്നടിക്കാൻ ആൾ വരുമ്പോൾ നീ ഇവിടെ കാണണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരാഴ്ചത്തെ ലീവ് നിർബന്ധമായിട്ട് വേണം. കൊതുകിന് മരുന്നടിക്കല്ലേ, നമുക്ക് അതൊക്കെ തന്നെ ധാരാളം. ഇന്നാളൊരു ദിവസം പഞ്ചായത്തിൽ നിന്ന് കൊതുകിന് മരുന്നടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവൻ എന്നോട് പറയാ കൊതുകിന് എന്താ അസുഖമെന്ന്. ഞാൻ പറഞ്ഞു ഫാറ്റ് ലിവർ A ഗ്രേഡ് എന്ന്. ഞാൻ കേട്ടോ മുതലാളി, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ TV ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മേടിച്ചേണ്ട കാര്യം? അതായത് നീ ഇന്നാളൊക്കെ എപ്പോഴും എന്നോട് പറയത്തില്ലേടാ, നിന്റെ വീട്ടിലെ 16 ഇഞ്ചിന്റെ ഒരു ചെറിയ TV ആയിരിക്കുന്നത്. അതാണ് എപ്പോഴും ഗ്രെയിംസ്, പിന്നെ സൈഡിൽ ഒരു കറുത്ത കളറ്. അപ്പൊ ഇത്രയും വർഷമായിട്ട് നീ എന്റെ കൂടെ നിൽക്കുന്നവനല്ലേ, എന്തെങ്കിലും ചെയ്യണ്ടേടാ. മുതലാളി ഒരു സുമതിയെ കൊച്ചിനോടൊരു ഓട്ടോട്ട് വിളിച്ചിട്ട് വരാൻ പറയാടിയേ. മുതലാളി TV മേടിച്ചു വച്ചേക്കണടി നമുക്ക്. എന്തോ നിനക്ക് ഞാനല്ല വേറെ മുതലാളി ഉണ്ടോടാ? ഇല്ല. പിന്നെ ഏത് മുതലാളി നിനക്ക് TV മേടിച്ചു? എടാ ഇൻഡക്ഷൻ കുക്കർ പോലും അകത്തോട്ട് പോകാത്തത്ര ചെറിയ കട്ടളുള്ള നിന്റെ വീട്ടിൽ എങ്ങനെയാണ് ഈ മരുന്ന് കഴിച്ചത്? നിനക്ക് ഉണ്ടാക്കി വെച്ചേക്കല്ല. നീ വേണോ ഇവിടെ നിന്ന് കണ്ടോണം, കണ്ണി പതിപ്പിച്ചോണം, വീട്ടിൽ ചെന്ന് കഥ പറഞ്ഞോണം. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. പുതിയ TV അതെ, നമ്മൾ രണ്ടുപേരും മാത്രം. എന്റെ കയ്യിലൊരു കാസറ്റ് ഉണ്ട്, നമുക്ക് കണ്ടാലോ? സദാസമയം ദൈവപൂജാരും പ്രാർത്ഥനയായിട്ട് കഴിയുന്ന ഒരു തറവാടായത്. ആ തറവാട്ടിൽ വൃത്തിയായിട്ട കാസറ്റ് കൊണ്ട് ഞാൻ പൊറോടിക്കാൻ പിടിക്കും. ഞാൻ സോറി, ഞാൻ എന്റെ ഒരു ആവേശത്തള്ളലിൽ പറഞ്ഞു പോയതാണ്. മുതലാളിക്ക് ഇത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. ഇഷ്ടമില്ലാത്തോണ്ടല്ല, പിന്നെ ആകെപ്പാടെ ഞാനിവിടെ ഒറ്റയ്ക്ക്. അതെ, വൈകുന്നേരം 6 മണിയാകുമ്പോ നീ വീട്ടിൽ പോകും. ഞാൻ പോകും. നീ നാളെ നേരം വിളിക്കുമ്പോ ഇവിടെ വരുമ്പോൾ
ഇതെല്ലാം കൂടെ കണ്ട് BP കയറി ഞാനും കൂട്ടി ഞാനിവിടെ കിടക്കണം ഓക്കെ. പിന്നെ ഞാൻ ഈ TV മേടിച്ചത് നമ്മുടെ പുത്തമ്പുരയിലെ ഇട്ടിച്ചനില്ലേടാ, ഇട്ടിച്ചൻ. അവനും ഞാനുമായിട്ട് ഈ ബിസിനസ് പരമായിട്ടൊക്കെ ഒരു ആരോഗ്യപരമായ മത്സരമുണ്ടെന്ന് നിനക്കറിയാം. ഒരു സ്പർദ്ധയുണ്ട്. പല സ്ഥലത്തും അവനെ പല കാര്യങ്ങളും തോപ്പിക്കുന്നു, ഉണ്ട്. പല സ്ഥലത്തും ഞാൻ അവന്റെ മുന്നിൽ ജയിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പള്ളിയിൽ കുർബാന കൂടാൻ പോയപ്പോ ഈ ഇട്ടിച്ചൻ അവിടെ നിന്നുണ്ട് എന്നെ നോക്കിയിട്ട് വർക്കിച്ചോ, ഈ താടിയല്ല ജോയിന്റ് വിടുകൂടാ ഇടയ്ക്ക് അടച്ചു കൊടുക്കണം. എന്നെ വിളിച്ചിട്ട് വർക്കിച്ചോ വീട്ടിലോട്ടൊന്ന് വരണം, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലോട്ട് വിളിച്ചു. എന്ത് കാര്യത്തിന്? ഞാൻ നേരെ ഇട്ടിച്ചിനെ വീട്ടിൽ ചെന്നപ്പോ എന്നാ ഹാളിനകത്തോട്ട് കയറിയപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. അവന്റെ ചെറുക്കൻ ജർമ്മനിന്നെ കണ്ട് ഒരു ചെറിയ TV കൊടുത്തു വിട്ടു. അത് ഏതൊക്കെയോ ആൻഡ്രോയിഡോ എന്തോ പരിപാടിയാന്ന് പറയുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ എന്നെ ഒതുക്കാനുള്ള പരിപാടി. പക്ഷേ അവനെ ഒതുക്കാൻ വേണ്ടി അപ്പൊ തന്നെ ഞാൻ നേരെ ഇംഗ്ലണ്ടിലേക്ക് എന്റെ ചെറുക്കനെ വിളിച്ചു പറഞ്ഞു. ഇന്നലെ മെനഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഇറങ്ങിയ ന്യൂ എഡിഷൻ പുതിയ സാധനം. അപ്പൊ തന്നെ ചെറുക്കൻ നേരെ കൊറിയർ അയക്കുമായിരുന്നു. അവൻ ഇവിടെ വരണം, അവന്റെ ഈ TV കണ്ടിട്ട് അവന്റെ കണ്ണ് ബുൾസൈ തല്ലുന്ന വെളിയിലോട്ട് വരണം. അവന്റെ മുമ്പ് കിടന്ന് ഇത്തിരി ഡംബീസ് എനിക്ക് അടിക്കാം. അതിന് വേണ്ടിട്ടാണ് ഞാൻ അവനെ ഒന്ന് പിടിക്കട്ടെ. ഹലോ ഹലോ ഇട്ടി 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 ഹലോ. കിട്ടി ഇട്ടി ഇട്ടി എടാ നീ ഞായറാഴ്ച രാവിലെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാണോ? ഓട്ടയിലാണ് അളിയാ, ഞാൻ ഒരു സർപ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചേക്കോ, പെട്ടെന്ന് കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചോ, അങ്ങനത്തെ ഒരു സർപ്രൈസ് ആണ്. ശരി ശരി ശരി, ഞാനേ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവനെ ഇവിടെ വരും. പിന്നെ നമ്മുടെ ആ പേർഷ്യൻ കാറ്റും മൂക്ക് ചെടിഞ്ഞ ഷേപ്പില്ലാത്ത പട്ടിയും കൂടെ പല വിഷയം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ മണ്ടയ്ക്ക് കയറി സ്ക്രാച്ച് ഉണ്ടാക്കാതെ നീ നോക്കണം. ഈ TVക്ക് ഒരു കേടുപാട് ഉണ്ടാകാൻ പാടില്ല. അവൻ ഇവിടെ വരുന്ന കാണുമ്പോൾ അവൻ കണ്ണ് തള്ളണം, എനിക്ക് ഡംബീസ് അടിക്കണം. അവന്റെ മുമ്പിൽ കിടന്ന് എനിക്കൊന്ന് കുന്തളിക്കണം. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ ഭഗവാനേ, എന്നെക്കാളും വലിയ TV, ഇന്ന് ഇതിന്റെ കിടുതാപ്പ് ഒന്നറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്റെ ദൈവമേ, ഇന്നെന്നെ കൊല്ലും. ഹലോ. എടാ പിന്നെ ഒരു 74 ഇഞ്ച് LED TV നന്നാക്കാൻ എത്ര കാശാകൂടാ? ഏതാ കമ്പനി? ഏതാ? സോനാപാനിക്, പാനസോണിക്. അതെ, എത്ര കാശാവും? ഒരു 10,000 രൂപയെങ്കിലും വേണ്ടി വരും. 10,000 രൂപയോ? എന്റെ കിഡ്നി കൊടുത്താൽ എത്ര കിട്ടൂടാ? വെറുതെ കൊടുത്താലും കാശ് കിട്ടുമെന്ന് തോന്നണില്ല. ആണോ? അത് പൊളിഞ്ഞേ. പിന്നെ എടാ പോലെ നിന്റെ ആധാർ അളിയൻ കൊണ്ടുപോയി എടുപ്പിച്ചു തന്നോ? അത് എടുപ്പിച്ചു തന്നില്ല. ഇല്ലേ? ദൈവമേ, അതും പൊളിഞ്ഞ്. ശരിയുടെ മക്കളെ, ഞാൻ വിളിക്കാം. എന്റെ ദൈവമേ. എടാ, ഈ ചപ്പൻ ചവറും എല്ലാം കൂടെ വാതക്കിട്ട് കത്തിക്കരുന്ന് ഞാൻ പറഞ്ഞു തന്നോടാ. എന്തോ പുകഞ്ഞു കരിഞ്ഞ വാടവിളി. പിന്നെ ഈ വരുന്ന ദിവസം ക്രിസ്മസ് ആണ്. അപ്പോ നമുക്ക് ഈ നാട്ടിൽ ഞാൻ എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടും നാട്ടുകാർക്കും ഇടവക്കാർക്കും എന്നെ ഒരു വിലയില്ല. അങ്ങനെ വില ഉണ്ടാക്കാനായിട്ട് നമുക്ക് ക്രിസ്മസിന് എന്ത് ചെയ്യാൻ പറ്റും? മുതലാളിക്ക് നാട്ടിലെ ക്രിസ്മസിന് വിലയുണ്ടാക്കാൻ പറ്റിയ ചെറിയ കുരുത്തരോഹപ്പണി എന്റെ കയ്യിലുണ്ട്. കുരുത്തോലപ്പണിയോ? കുരുത്തോലപ്പണിയല്ല, കുരുത്തരോഹപ്പണി. ഓഹോ. അതായത് ഇടവകക്കാര് കരോളുമായി നമ്മുടെ വീട്ടിലേക്ക് കേറി വരുമ്പോൾ ആണ്ടടാ നമ്മുടെ മുറ്റത്ത് നിൽക്കണു ഒരു മാവേലി. എങ്ങനെയുണ്ടാവും? ക്രിസ്മസിനോ? മാവേലിയോ? ആവേശം ഞാൻ തന്നെ കെട്ടിയിരുന്നാൽ അതെങ്ങനെ ഉണ്ടാവും? അത് കിടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മഹാബലിയുടെ കൈ 2 കണിക്കുന്തം കൂടെ കൊടുക്കാം. എന്റെ ദൈവമേ, ഇവർക്ക് വട്ടാവും. ഇത് വിഷു ആണോ ക്രിസ്മസ് ആണോ ഓണാണോ ചോദിച്ചിട്ട് ചുമ്മാ പ്രാന്ത് പിടിച്ച് കിടക്കും പോലെ. പിന്നെ എന്റെ TV നോക്കിക്കോണ്ടേടാ. അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ടെന്ന്. അവൻ വരുമ്പോ ആ പട്ടിയാങ്ങാൻ ഇവിടെ കേട്ടാ മോണ. ഇങ്ങനെ പട്ടിയ അതിനെ കേട്ടല്ലോ ഇവിടെ കേട്ടോ. ഇട്ടിച്ചോ? എന്തോ? ഇതാ
തന്നെ ഷോൾഡറും ദേഹമായിട്ട് പിണങ്ങി നിൽക്കണം. അതൊരു ലോജിക്കില്ലാത്ത നടത്തം. അതൊന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നിന്ന് മക്കള് വന്നായിരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും മാങ്ങ കുത്തി കേട്ടെടുന്നു ഭയങ്കര ആഗ്രഹം. കേട്ട പാട് കേൾക്കാത്ത പാതി ഞാൻ ഈ മാവിന്റെ മേലെ വലിഞ്ഞു കയറി. നിക്കറിടാത്ത കേസ് എങ്ങനെയോ പുളിയനൂറും പറഞ്ഞു. എന്റെ അമ്മേ, ഒരു കടി തുടങ്ങിയിട്ട് എന്റെ 4 കറക്കം കറങ്ങിയ താഴെ വീണത്. അതിനുശേഷം ഇങ്ങനെയാ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അവനെവിടെ ഒരു വർക്കിച്ചനെ ഏമ്പക്കം കൊണ്ടുപോയി. വർക്കിച്ചോന്ന് സർപ്രൈസ് ഒരു കാര്യം ഇവൻ പറഞ്ഞോ നിന്നോട്? ഇല്ല. പിന്നെന്താ വർക്ക് ചെയ്യിച്ചോന്ന് ചോദിച്ചത്? പറഞ്ഞായിരുന്നെങ്കില് പിന്നെ എടാ രാവിലെ വരുമെന്ന് പറഞ്ഞാണോ നീ പറഞ്ഞേ? രാവിലെ 8 മണിക്ക് വരുമെന്ന് നീ പറഞ്ഞിട്ട് രാവിലെ 10 മണിയാകുമ്പോ ഉറക്കഞ്ഞിട്ട് റെഡി ആയിട്ടിരിക്കാൻ ഞാൻ. എന്നിട്ട് നീ വന്നു രാവിലെ 9:00. ഇനി 11:30 മണി വരെ ഞാനെന്തു ചെയ്യും? എന്നാ പറ്റി? ആകെ മണിയിൽ പിടിച്ചൊരു കൂട്ടക്കളി. എന്റെ കൊച്ചെ അറിയാമല്ല, അങ്ങോട്ട് കയറിപ്പോ അടുക്കളയുടെ കട്ടലപ്പണിയിൽ ഒറ്റയിടിയാ. എന്റെ പൊണ്ണ് വർക്കിച്ചാ ഒന്നും പറയണ്ട. എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിർത്തി തിന്നാം. അതാണോ ഞാൻ പറഞ്ഞത്? ഞാൻ പറയാന്ന് രാവിലെ തന്നെ വീട്ടിൽ കടന്നു ഭയങ്കര വിഷയം. ഓഹോ, ഞാൻ നിന്റെ മൂത്ത ചെറുക്കനെ ജർമ്മനിലേക്ക് വിളിച്ച് പറയാനിരിക്കുകയായിരുന്നു. പിന്നെ ഉടനെ കറണ്ട് അടുപ്പിക്കണം, നീ വല്ലാത്ത വിഷയം. ഞാനാണോ വിഷയം ഉണ്ടാക്കിയത്? രാവിലെ തന്നെ വൈഫ് എണീറ്റ് ഇഷ്യൂ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഉടനെ ഒരു കമ്പനി ഇട്ടം കൊടുക്കണ്ടേ? എന്തിന്? രാവിലെ വൈഫ് സ്വന്തമായിട്ട് ഷൂ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഉണ്ടാക്കിയെന്നാണോ പറഞ്ഞത്? ഇഷ്യൂ ഉണ്ടാക്കി, വഴക്കുണ്ടാക്കിയെന്ന്. ഓ, സ്വന്തമായിട്ടോ? അത് ശരി. വർക്കിച്ചാൻ അറിയാലോ, എനിക്ക് രാവിലെ ഓടാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ടെന്ന്. സാധാരണ അങ്ങനല്ലോ, നീ അങ്ങോട്ട് നടന്നു പോകും, തിരിച്ച് നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കുകയാണല്ലോ. അങ്ങനെയാണല്ലോ. ഇതങ്ങനെയല്ല, അങ്ങനെയല്ല. ശരിക്കും ജോഗിങ്ങിന് വേണ്ടി പോയതാ. ഓഹോ, രൗണ്യേ. ഞാൻ അങ്ങനെ ഓടാൻ വേണ്ടി ചെന്നപ്പോഴേക്കും നമ്മുടെ ഷാരോത്തുള്ള സന്ധ്യയില്ലേ, സന്ധ്യയുടെ വീടിന്റെ അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ചെറിയൊരു തലകറക്കം. കറക്റ്റാ കേട്ടോ. ഈ ഷാരോത്തെ സന്ധ്യയുടെ വീടിന്റെ വാതക എന്തോ പ്രേതശല്യമുണ്ട്. അവിടെ വീടിന്റെ വാതക ചെന്നപ്പോൾ എനിക്കൊരു വയറുവേദന. എനിക്കറിയില്ല എന്തോ. എന്നിട്ടാ എനിക്ക് തല ഇറങ്ങിയത് കൊണ്ട് ഈ പ്രേതത്തിന്റെ കൂടെ ഞാൻ നിൽക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ. എന്നിട്ട് ബാക്കി ഞാൻ അങ്ങനെ ചെന്നപ്പോഴേക്കും നമുക്ക് തലകറക്കല്ലേ. ഞാൻ അങ്ങനെ സന്ധ്യയുടെ വീട്ടിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഭാര്യ വന്നിട്ട് ചെവിക്കളം നോക്കൊരു ഒറ്റ അടിയുന്നു. ഭാര്യമാരുടെ കുഴപ്പം ഒരു കാര്യം എന്താണ് എങ്ങനെയാണ് ഒന്നും ചോദിക്കില്ല, അപ്പടിക്കും. അല്ല, എന്ത് പറഞ്ഞിട്ടാ ഭാര്യ അടിച്ചത്? തലകറക്കം വന്ന നീ എന്തിനാടാ പട്ടി സന്ധ്യയുടെ നൈറ്റ് എടുത്തിട്ടേക്കണേന്ന്. പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്താൻ വേണ്ടിട്ട് ഒരു നേരം എടുത്തു. പക്ഷെ ആ കാര്യത്തിൽ എന്റെ ഫ്രണ്ട് വർക്കിച്ചനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. വൈഫ് മരിച്ചത് 20 years ആയി. ഇതുവരെയും ഇവന്റെ വിൽ പവറിന് ഒട്ടും കുറവില്ല. ഐ അപ്രീഷിയേറ്റ് യു. ഇന്നലെ 2 പ്രാവശ്യം കൂടെ അപ്രീഷിയേറ്റ് ചെയ്ത എപ്പോ പോയിന്ന് വെച്ചാ ഈ പുള്ളിയുടെ വിൽ പവർ. കഴിഞ്ഞ തവണ ഇവൻ പള്ളിയിൽ വന്നു. എന്റെ വീട്ടിൽ കയറി ഇവന്റെ കണ്ണ് ഞാൻ തള്ളിപ്പിച്ചിട്ടാ വിട്ടത്. കേക്കണോ, ഇവനെ ഞാൻ കഴിക്കാനാണെന്ന് പറഞ്ഞ് സൂത്രത്തിൽ വിളിച്ചു വരുത്തി എന്റെ വീട്ടിലെ TV കണ്ട് കണ്ണ് തള്ളി. അതിന് പകരം നിന്നെ കണ്ണ് തള്ളിക്കാനാണ് ഞാൻ ഈ ആഴ്ച നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എന്തിന്? നീ എന്നെ ഇവിടെ ഒരു ചെറിയ TV കാണിച്ച് കണ്ണ് തള്ളിച്ചെങ്കിൽ എന്നെ ചെറുക്കനെ ജർമ്മനിലേക്ക് വിളിച്ചു പറഞ്ഞു പടമുണ്ടായിരുന്ന ഒരു സാധനം ഇവിടെ മേടിച്ചു വെച്ചു. TV മേടിച്ചോ? പിന്നല്ലാതെ നീ എന്താ വിചാരിച്ചു തീപ്പെട്ടിക്കൂടെ കൊണ്ട് ട്രെയിൻ ഉണ്ടാക്കി വെച്ചേക്കോണം. എടാ, പടമുണ്ടായിരുന്ന TV കണ്ണ് ചിമ്മിയാൽ ഓണാകുന്ന സൈസ്, പല പല ടെക്നിക്ക് ഉള്ളത്. നീ ഇതിന്റെ പകുതി അവിടെ കാണിച്ചെങ്കിൽ അതിന്റെ 3/4 വലിപ്പമുള്ള ഇവിടെ കാണിക്കും ഞാൻ. എപ്പോഴും ഇങ്ങനെയാ. ഞാൻ എന്തെങ്കിലും സാധനം മേടിച്ചാൽ അതിന്റെ വലിയ സാധനം ഇവനും മേടിക്കും. എന്തായാലും ഇത്രയും വലിയ TV ഒക്കെ മേടിച്ചു വെച്ചല്ലേ, അടുത്ത ദിവസം ഇതിന്റെ 10 ഇരട്ടിയുള്ള TV ഞാൻ എന്റെ വീട്ടിൽ മേടിച്ചു വെക്കാം. പൊളിയും. കാരണം ഇത് ന്യൂ എഡിഷൻ ആണ്. ഇതിറങ്ങി 5 മാസം കഴിഞ്ഞിട്ട് പുതിയ സാധനം കമ്പനി ഇറക്കും. ഞാൻ തോറ്റു. വീണ്ടും തോറ്റു. മോനെ ചെറുക്കാട്ടാ, റിമോട്ടറാ, അവനൊന്ന് കണ്ണ് തള്ളട്ടെ. റിമോട്ട് അവനെ ഞാൻ ഇന്ന് കണ്ണ് തള്ളിക്കും. ഞാൻ കണ്ണ് തള്ളിക്കും കേട്ടോടാ. എടാ, ഇവിടെ പടക്കം കിട്ടുമെങ്കിൽ അറേഞ്ച് ചെയ്യണം. കണ്ണ് തള്ളുമ്പോൾ കൂട്ടിയിട്ട് പൊട്ടിക്കാം. നീ കാലുമേ കാലെ കെട്ടി വെച്ചെന്ന് എനിക്ക് കണ്ടോടാ. ആമ്പിളാർ മേടിച്ചു വെച്ച സാധനം കണ്ടതാ. എന്റെ കർത്താവേ, എവിടെ? ഇതാണ് ഈ TVയുടെ ആദ്യത്തെ പ്രത്യേകത.
വെച്ച് ആദ്യം നമ്മൾ വെക്കുമ്പോൾ ഇത് തെളിയുകയില്ല. കാരണം നമ്മുടെ കണ്ണും അതുമായിട്ട് ഒരു ഇത് വേണം, സുരക്ഷയ്ക്ക് വേണ്ടി ഓരോരോ മാർഗങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നു. അതാണ് ഇപ്പൊ കണ്ടോ, വർക്കായില്ലല്ലോ. ഇതാണ് എന്റെ രണ്ടാമത്തെ പ്രത്യേകത. ഓഹോ. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഞെക്കിയാലും ചിലപ്പോ ഇത് വർക്ക് ചെയ്യില്ല. ടെക്നോളജി ടെക്നോളജി അതാണ് അതിന്റെയാണ് കാണാം. ഇപ്പോഴും ഇത് വർക്ക് ചെയ്യുന്നു. ഇത് സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് നമ്മൾ ലണ്ടനിൽ നിന്ന് വരുത്തിയ ടിവിയാണ്. അപ്പൊ ലണ്ടനിൽ പോയി കാണണോ? അല്ല, ഇന്ത്യൻ സമയവും ലണ്ടൻ സമയവും തമ്മിൽ നല്ല അന്തരമുണ്ട്. അപ്പൊ അതുകൊണ്ട് രാത്രി ഒരു 12:30-12:45 ഇത് ഓടാവുമ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ വാ. ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇതിന്റെ മറ്റേ ഡീറ്റെയിൽസ് എല്ലാം വായിച്ചങ്ങ് പഠിച്ച് കാറ്റലോഗ് ഞാൻ വായിച്ച്. പിന്നെ തോപ്പിച്ച് ടെക്നോളജിയാ. ടെക്നോളജി ഇത് കാണാ. ടെക്നോളജിയുടെ കിണ്ടി. ഈ ടി വി അടിച്ചു പോയതാടാ. അല്ല, അടിച്ചു പോയതല്ല. ഈ അടിച്ചു പോയി. ഈ ടി വി അടിച്ചു പോകാത്ത ടി വി ഇത്ര ഞെക്കിട്ട് വരാത്തന്നാടാ. നീ എന്നെ ചമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിട്ടാ ഡാൻസ് കളിക്കണം. അതെ, എടാ ടി വി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള പൈസക്കാരുടെ വീട്ടിലിരിക്കുന്ന സാധന. നിന്നെ പോലുള്ള പുത്തമ്പണക്കാരുടെ വീട്ടിൽ ടി വി ഇല്ലേ? ടെക്നോളജിയാ, ടെക്നോളജിയാ, ടെക്നോളജിയാ. ഈ വൈഫ് എന്റെ ഭാര്യനെ വിളിച്ചോന്ന് പറയട്ടെ. രാവണി ഇവിടെ വാ. എന്തോ ഞാൻ അകത്തോട്ട് പോയോ? ഞാൻ അകത്തോട്ട് പോയപ്പോൾ ഇതിന്റെ എവിടെയും പിടിച്ച് ഞെക്കിയോ? സത്യമായിട്ട് എന്റെ 2 പിള്ളേരാണ് സത്യം. ഞാൻ ഞെക്കിയില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഞാനും ഞാൻ ഞെക്കിയെടുത്തോണം. ഞാനിപ്പോ വരും. വേണ്ട, ഉള്ളത് പോലെ പറഞ്ഞോണം. ഞാൻ ഞെക്കിയില്ല. അവിടെ പിടിച്ച് ഞെക്കിയടാ. ഞെക്കിയില്ല. എങ്ങനെയാ ഇത് കംപ്ലൈന്റ് ആണ്? എനിക്ക് പുതിയ സാധനം മേടിച്ചു വെച്ചേക്കണ എങ്ങനെയാ കംപ്ലൈന്റ്? ഞാൻ കുരുമുളക് പറിച്ച് ചാക്കിലാക്കി. നീ ചെക്കിയോ? നീ സച്ചിൻ ബോൾ ഇത് നീ കോംപ്ലൈന്റ് ആക്കിയോടാ. എനിക്കൊരബദ്ധം പറ്റി. ഞാൻ ഞെക്കേ. നിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങോട്ട് മാറിയില്ല. അപ്പൊ അവന്റെ മുമ്പ് ഞാൻ പൊളിഞ്ഞ് അമ്മേരിക്കുട്ടിയെ. എനിക്ക് കഴിഞ്ഞ തവണ നമ്മുടെ വർക്കിച്ചൻ വീട്ടിൽ വന്ന് ടി വി കണ്ടില്ലേ, അവൻ അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ഒരു ടീം മേടിച്ചത് വർക്ക് ചെയ്യുന്നില്ലേ. അയ്യോ, എനിക്കങ്ങ് നിന്നിട്ട് അവൻ ചമ്മി നിൽക്കുക, ചമ്മി പുഴുങ്ങി അവൻ നിൽക്കുക. എടി ഇത്തവണ നമ്മൾ ജയിച്ചടി. എടി വർക്കിച്ചനെ അവൻ ചമ്മി നിന്നെ ആണ്ടേ. ചേടാ, ഇത് LED ടി വി അടിച്ചു പോണ സീസണാണോ തോന്നണേ? വീട്ടിലിരിക്കുന്ന ടി വി രാവിലെ കത്തിപ്പോയെന്ന്. എന്റെ വീട്ടിലെ ടി വി അടിച്ചോണ്ടെങ്കിൽ നിന്റെ വീട്ടിലെ ടി വി പഠിച്ചു പോകും. അതാണ് തമ്പുരാൻ. നീ എന്നെ ജയിക്കാൻ നോക്കണ്ട. ഇപ്പൊ നിന്റെ അടിച്ചു പോയത് കേട്ടാ. നീ എങ്ങനെയാണെന്ന് കുന്തിലിക്കണ്ടടാ. ഞാൻ മേടിച്ച ടി വി 1 മാസത്തോളം ഞാൻ കണ്ടു കേട്ടോടാ രാവുണ്ണിയെ. ഇവന് അത് 1 നിമിഷം പോലും കാണാൻ പറ്റിയില്ല. അപ്പൊ ആരാ ജയിച്ചത്? അവിടെ എന്ത് ഞാൻ ജയിച്ചു? പക്ഷേ ഞാൻ ഇവന്റെ മുമ്പിൽ തോക്കാൻ കാരണം നീ കൊണ്ടെടുത്തില്ലടാ. നീ ഇത് കംപ്ലൈന്റ് ആക്കിയോണ്ടല്ലോ ഞാൻ തോറ്റുപോയത്. എന്റെ മുതലാളി ഒന്ന് ചിന്തിച്ചു നോക്കി. ഇട്ടിച്ചന്റെ ടി വി അടിച്ചു പോണേക്ക് മുമ്പ് നമ്മുടെ ടി വി അടിച്ചു പോയില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഞാനാണ് നിന്റെ മുമ്പിൽ അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ പുതിയ ടീം മേടിച്ച് ഓൺ ദ സ്പോട്ട് ഞാൻ കത്തിക്കും. ഒരിക്കലും നടക്കില്ല. 5 മാസം കഴിയാതെ പുതിയ സാധനം ഇറങ്ങുകയില്ല. ഞാൻ ടി വി കമ്പനി ചെന്നൊരു ടി വി കത്തിക്കും. അപ്പൊ ഞാൻ നേരെ ഷോറൂമിൽ ചെന്ന് ഷോറൂം കത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഷോറൂം ഉണ്ടാക്കണവനെ ഞാൻ കത്തിക്കും. എന്ത് കഷ്ടം നോക്കി. ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട്, ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട്, കാശുള്ളവന്റെ ഓരോ വിഷമേ. ഞാൻ ആ ചിരിയുടെ ഹാങ് ഓവറിന്ന് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ അവിടെ വീണ് കിടന്ന് ചിരിക്കുമായിരുന്നു. 3 പേരും തകർത്തു എന്ന് പറയാം. നിങ്ങളുടെ ഈ ഒരു ലുക്ക് തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്കിനി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കാത്തിരിക്കുക കാര്യക്കാർക്ക് എന്താ പറയാനുള്ളതെന്ന്. നമുക്ക് നേരെ വിജയഘട്ടൻ ചേട്ടനിലേക്ക് പോവാം. കേട്ടോ, ആദ്യം തന്നെ പറയേണ്ടത് 3 ക്യാരക്ടേഴ്സ് വന്നിട്ട് അതിൻ്റെ ബേസ് ഒട്ടും താഴാതെ ആദ്യം തുടങ്ങി അവസാനം വരെ അത് കൊണ്ട് വെച്ചതിൽ ആദ്യം തന്നെ കൈയടി തന്നെ. മരണം മാസ് കളിയായിരുന്നത്.
എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ നാടകം കാണുന്നത് പോലെ ആദ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആ ചടുലമായിട്ടുള്ള എന്താണ് ഡയലോഗ്സും ഒരക്ഷരത്തിന് പോലും തെറ്റില്ലാതെ കൗണ്ടറുകൾക്ക് യാതൊരു എന്താണ് ഒരു ഡിസ്റ്റൻസ് ഇല്ലാതെ കറക്റ്റ് കൗണ്ടർ ആ സ്ഥാനത്ത് തന്നെ ഈ 3 പേരും അടിക്കുന്നുണ്ട്. നമ്മൾ എവിടെ നോക്കണമെന്നായിപ്പോയി. അതിനിടക്കുള്ള നിങ്ങളുടെ വാശി, അതിനിടക്ക് നിൽക്കുന്ന പ്രദീപിൻ്റെ ക്ലൈമാക്സ് ഇതുപോലത്തെ ഒരു ക്ലൈമാക്സ് ഇതാ ഇതിൻ്റെ ക്ലൈമാക്സ്. ശരിക്കും ഇത് വേറൊരു സാധനത്തിനും പറ്റില്ല. ഇതിൻ്റെ ഒരു ഒരു മെസ്സേജ് പോലത്തെ ഒരു ക്ലൈമാക്സ് ആണ്. ശരിയാണ് അത് പറഞ്ഞത്. അമലിൻ്റെയൊക്കെ വരവ് ഗംഭീരമായിരുന്നു കേട്ടോ. ഒരുപാട് തമാശകൾ. എനിക്ക് ആ TV-യുടെ പേര് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമായി. സോന പാനിക്ക്. എൻ്റെ അമ്മ എന്തെന്നാണ് കറക്റ്റ് പേരെന്താ? പാനസോണിക് എന്നാണ്. സോന പാനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയൊന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. 3 പേരും അടിച്ച് പൊളിച്ച് കളഞ്ഞു. ആരാലും വെച്ചോന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റൂല. അത്രയ്ക്ക് ഗ്രാൻഡ് ആയിരുന്നു 3 പേരും. അടിപൊളി. ഓൾ ദ വെരി ബെസ്റ്റ്. സ്ലാപ്സ്റ്റിക്, കൗണ്ടർ, ആക്ടിങ്, ഈ 3 കൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ചില സ്കിറ്റുകൾ നമുക്കിവിടെ ഉണ്ടാവാറ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ 2 പേര് ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രദീപിൻ്റെ ഇടയിലുള്ള ചില സാധനങ്ങളുണ്ട്. ആ TV ഓണാക്കാൻ പറയുമ്പോൾ പ്രദീപ് ഇപ്പം വേണോ, അതൊന്നും കൗണ്ടറല്ല. അതാണ് പറഞ്ഞത് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞുണ്ടല്ലോ ഈ സ്കിറ്റിൻ്റെ അപാര സിറ്റുവേഷൻ. ഇതൊക്കെ ഒരുപാട് സംഭവിക്കുന്ന, അതായത് 2 വലിയ പണക്കാരന്മാർ തമ്മിൽ ഉണ്ടാവുന്ന പരിപാടികളാണ്. ഇത് സ്ഥിരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ സംഭവം. പിന്നെ രണ്ടാമത് പ്രദീപ് ആ റിമോട്ട് എടുത്ത് വെച്ച് കയ്യിലെടുത്തിട്ട് ഒരൊറ്റ പോക്ക് പോയല്ലേ. എൻ്റെ ഞാൻ പ്രദീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രദീപ് ചെയ്യുന്ന വേഷങ്ങളുണ്ടല്ലോ, പോലീസാണെങ്കിലും കളക്ടറാണെങ്കിലും ഡോക്ടറാണെങ്കിലും ഇപ്പം ഇതില്ലേ കാര്യസ്ഥനാണെങ്കിലും ചെയ്യുന്ന വേഷം നമുക്ക് ഫീൽ ചെയ്യും പ്രദീപിൻ്റെ. പിന്നെ അമല്, ഞാൻ കഴിഞ്ഞ ഒരു സ്കിറ്റിൽ ഞാൻ പറഞ്ഞു, അമലിൻ്റെ ഒരു കുട്ടിത്വമുണ്ട്, പക്ഷെ അമലെ നീ മാറ്റി മറിച്ച്. കാരണം ശ്യാം എന്ന് പറഞ്ഞാൽ അറിയാലോ, ശ്യാം നമ്മളെ ഇവിടുത്തെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റിലുള്ള ഒരാളാണ്. ശ്യാമിനോടൊപ്പം കടപിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ശ്യാമിനോടൊപ്പം നീ നിന്ന്, അമലിൽ നിന്ന്. ഞാൻ ശ്യാമിനെ കുറിച്ച് പറയുന്നില്ല, ഗംഭീര സ്കിറ്റ്. ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആക്ടിങ് ആണ്. നിങ്ങൾ 3 പേരും ബിഗ് സല്യൂട്ട്. ഒന്നും സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി. ഇത് കണ്ടപ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ ഓർമ്മ വന്നു പപ്പു ചേട്ടനും ജഗതി ചേട്ടനും. ഞങ്ങൾ അതാണ് ഈ റെഫറൻസ് ഫസ്റ്റ് അതിലേക്കാണ് പിടിച്ചത്. ആ ഒരു 2 പേരുടെ ഒരു ക്യാരക്ടർ ഇതേപോലെ 2 പണക്കാരാണ് അതിൽ. അതും ഈഗോ പ്രശ്നമാണല്ലോ. അതേപോലെ തന്നെ അത് ഒട്ടും വിവരമില്ലാത്ത 2 പേരും അതിലും വിവരം കുറഞ്ഞ 2 പേരാണ് ഈ മുതലാളിമാർ. ശ്യാമിന് ഈ സ്റ്റേജിൽ കയറിയിട്ട് ഇത്രയും ശ്വാസം പിടിച്ച് ഇതേപോലെ ചെയ്യുന്നതിൻ്റെ ഇതെന്താണ് ഇതിൻ്റെ സീക്രട്ട് ഞാൻ പല എപ്പിസോഡിലും നിന്നെ വാച്ച് ചെയ്യാറുണ്ട് ശ്യാമിനെ. ഇന്നാണ് അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലായത്. കയറുന്നതിന് മുമ്പ് നീ അവിടെ നിന്ന് ആവശ്യത്തിനുള്ള ശ്വാസം അകത്തോട്ട് വലിച്ചിട്ടാണ് ഈ സ്റ്റേജിലേക്ക് കയറുന്നത്. അതാണ് ഇവിടെ തള്ളി വിടുന്നത്. അതാണ് ആ സ്റ്റാമിനയുടെ രഹസ്യം എന്ന് മനസ്സിലായി. ഗംഭീരമായിരുന്നു കേട്ടോ 3 പേരും. കണ്ടന്റിനെ കുറിച്ച് നമുക്ക് പൊക്കി പറയാൻ പറ്റത്തില്ല. കാര്യം കണ്ടന്റ് സ്വാഭാവികം, പൊങ്ങച്ച എന്ന് പറഞ്ഞ സാധനം. പക്ഷെ ആ പൊങ്ങച്ചത്തെ ഈ രൂപേണ ആക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി പാടാം. അപ്പോൾ ഇതിൽ നിന്ന് ശ്യാം ഒരു കാര്യം മനസ്സിലാക്കണം, അധ്വാനിച്ചാൽ അതിനുള്ള ഫലം കിട്ടിയിരിക്കും അല്ലേ? അതാണ്. ഓൾ ദ ബെസ്റ്റ്. നമുക്കിനി അധ്വാനത്തിന്റെ ഫലം വാങ്ങാം അല്ലേ? തുടങ്ങി അടിപൊളി. ഇനി ഞാനൊരു 1000 കൂടെ കൂട്ടി 20 കൊടുക്കുക. 39,000. എക്സൈറ്റഡ് ആണല്ലേ? അപ്പൊ നമുക്ക് ഫൈനൽ അറിയാം. ടീ വാങ്ങിക്കണ്ടേ വിജയകട്ടേട്ടാ? പിടിച്ചോടാ രാവണി, പിടിച്ചോ. എന്ത് തോന്നുന്നു ഈ ഒരു അസുലഭ നിമിഷത്തിൽ? സന്തോഷം. നമ്മളെപ്പോഴും പറയുന്ന പോലെ സന്തോഷം. കാരണം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പണിയെടുക്കും എല്ലാത്തിലും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഇവിടെ വർക്കൗട്ട് ആകാണോ അത് എന്താണ് പാളിച്ചെന്ന് നമുക്ക് ചിലപ്പോഴേ കണ്ടുപിടിക്കാൻ പറ്റും, ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാലും ഇന്നലെ ന്യായമായ പണി എടുത്തു. കാരണം ഒന്നാമത് എനിക്ക് ഇന്നലെ നമുക്ക് BP പ്രശ്നമുള്ളതുകൊണ്ട് ഉറക്കപ്പെട്ടു. അപ്പം നമ്മുടെ കേസിൽ അപ്പുറത്തേക്ക് ഈ നമ്മളെക്കാട്ടി ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുമല്ല,
ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൂടുതൽ പ്രദീപിനുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ അതൊക്കെ മാറ്റി വെച്ച് കുഴപ്പമില്ല, ഞാൻ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മളിവിടെ മാക്സിമം ഇതിൻ്റെ റിഹേഴ്സലും ഒക്കെ ആയിട്ട് പ്രദീപും കൂടി പിന്നെ അമലും നമ്മൾ മറ്റുള്ള വർക്കുകൾ ചെയ്യുമ്പോഴും അവൻ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാനും ഒക്കെ വരും, വിളിക്കും അണ്ണാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അതുകൂടെ പറയാം, അല്ല നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അണ്ണാ അത് അങ്ങ് നോട്ട് ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അവനും ഒക്കെ ശ്രമിക്കണം. അപ്പോൾ ആ ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഫലമാണ് എല്ലാ സ്കിറ്റുകളും നന്നാകുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് നന്നായെന്ന് തോന്നുന്നു. സന്തോഷം. താങ്ക് യു. സൂപ്പർ. അടിപൊളി. പ്രദീപേട്ടാ ഒരുപാട് സന്തോഷം. ശ്യാമ പിന്നെ പറയണ്ടല്ലോ, പുലിയാണല്ലോ. ഇത് കുഞ്ഞി പുലിയാണ്. ഇവിടെ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട്. പുലി ഇരിക്കുമ്പോ തന്നെ അയ്യോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മൾ 3 പേര് ഇരിക്കുമ്പോ തന്നെ എങ്കിലും ഒന്നാമത്തെ ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 പേരും പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഇതായിട്ട് ഞാൻ കാണുന്നത്. ചിലരങ്ങനെ ചെയ്യില്ല, ചിലപ്പോൾ അത് വേണ്ടവെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നെഗറ്റീവ് അടിച്ചോളൂ. പക്ഷേ ഇതങ്ങനെയല്ല, നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയും, കൊള്ളില്ലെങ്കിൽ അപ്പം തന്നെ പറയുകയും ചെയ്യും. അങ്ങനെ ഒരു കൂട്ടായ്മ ഈ ഒരു ടീമിന്റെ ഇടയിൽ ഒരുപാട് സന്തോഷം. സൂപ്പർ. അമലെ ഒന്നും കൂടി കറുപ്പിച്ചിട്ടുണ്ടല്ലേ? അമലല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ? ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഏജ്ഡ് ആയ പോലെ ആ ഫേസ് ഇങ്ങനെ ബ്ലാക്ക് കുറച്ചും കൂടി ആക്കി കറക്റ്റ് ആയിരുന്നത്. ഞാൻ ഈ കുട്ടിത്തുള്ളതുകൊണ്ടേ അതെ. അല്ല അത് നടത്തത്തിലും അതുപോലെ ആര് പറഞ്ഞു നിനക്ക് കുട്ടി നീ അത്ര വലിയ കുട്ടിത്തുള്ള ഒരാളല്ല. അമൽ പൂക്കി ഇവൻ ആ ഒരു സർട്ടിഫിക്കറ്റും വെച്ച് അങ്ങ് നടക്കും. അല്ല ഞാൻ ചോദിക്കട്ടെ, ശ്യാം ചേട്ടൻ ഇന്ന് മേക്കപ്പ് ഇടാൻ എത്ര നേരം എടുത്തു? നമ്മള് പടപട പരിപാടിയല്ലേ. ഇത് മേക്കപ്പ് ആണോ ഇത്? എന്റെ ഒറിജിനൽ മുടിയല്ലേ, അമലാണ് പറഞ്ഞോണ്ടിരുന്നത്. പറയൂ. സന്തോഷം. ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുപാട് ഇരുന്നു ഇതിന് വേണ്ടിയിട്ട്. പേടിയുണ്ടായിരുന്നു, പിന്നെ ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ട് ടെൻഷൻ ഇല്ല. ഇവര് ഫ്രണ്ട് പോർഷനൊക്കെ നന്നായിട്ട് ഇവര് ചെയ്യും. അതുകൊണ്ടാ ഇവരുടെ എങ്ങനെ പിന്നെ നിന്നാ മതി, ഇവരുടെ കൂടെ നിന്നാ മതി. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, കുഴപ്പമില്ല. കിറ്റിന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴും ഇത് തന്നെ പറയും അവര്. ഞാൻ അവരുടെ വിശ്വാസത്തിലായിരുന്നു, ഞാനല്ലാണ്ടാന്ന്. ഞാനൊരു കുട്ടി. കൂടുതൽ സ്കിറ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. കൺഗ്രാചുലേഷൻസ് സിൽവർ പഞ്ചടിച്ചു. താങ്ക് യു. കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ചിലപ്പോ വലിയ വലിയ ചിരികൾ നമുക്ക് തരാൻ പോകുന്നത്. ദാ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ രാജ്മോഹൻ ചേട്ടനും ടീമും. വെൽക്കം ചെയ്യാം. അപ്പൊ ഒരു കിഡിലോസ്കി ഐറ്റം ദാ പിടിച്ചോ. ലെറ്റ്സ് വെൽക്കം രാജ്മോഹൻ ചേട്ടൻ, അഭിലാഷ് ചേട്ടൻ ആൻഡ് വിശ്വ ചേട്ടൻ. ഇത് ഐറ്റം വേറെ. പൈസാങ്കാലത്ത് എന്തോ വേണ്ടാതെ നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്നത്. ഒരെണ്ണം താഴെ കടം വേണമെങ്കിൽ എല്ലാം കുത്തി കയറി ചാത്തു പോത്തില്ലേ? ഓടി അവിടുന്ന് എന്തോ സുഖമാണ് ഇതാ കിടക്കാന്. നല്ല സുഖം, നല്ല പോച്ചു പോലത്തെ വെട്ടയാ. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്തായാലും ഇനി ഒരു 5-6 ദിവസം ഞാൻ ഇവിടെ താമസിച്ചിട്ടേ പോകുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പോലെ ഒന്നും അല്ലടി. നമ്മുടെ വീട്ടിൽ തഴപ്പായ കിടക്കില്ലയോ? തഴപ്പായ കിടന്നിട്ട് നേരം വെളുത്ത് തിന്നിക്കുന്ന മേത്ത് വേറൊരു തഴപ്പായ. അതുപോലല്ല, നല്ല സുഖമാണ്. ഇന്നലെ നിങ്ങൾ ഇതിനകത്തല്ലേ കിടന്നുറങ്ങിയേ? എടി എന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ, ഈ സുഖം അങ്ങോട്ട് തീരുന്നില്ലത്തെ. ഭയങ്കര സുഖമാണോ? പിന്നെ നീ ഒന്ന് ഇരുന്ന് നോക്കടി. എന്നാ പിന്നെ ഞാനും കൂടെ ഒന്ന് നോക്കാം. എന്താ പണിയാ? എന്തോ പണിയാന്ന് മനുഷ്യനെ. നിങ്ങൾ രാവിലെ വെളിക്കിരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നിങ്ങളെത്തിന് ഇതാത്തി കിടന്ന് കുത്തി പറയുന്നത് എനിക്ക് മനസ്സിലാകട്ടെ. എന്റെ കാർത്തിയാരും ഞാൻ എങ്ങനെ വെളിക്കിരിക്കാൻ പോവടി? ആ മുറിക്കകത്ത് ഞാൻ കേറിയപ്പോഴല്ലോ അതിനകത്ത് ഭൂതമുണ്ടോ? ഭൂതമൊന്നും അല്ലെന്ന്. എന്തോ വൃത്തിയാന്നറിയാമോ ഞാൻ മുറിക്കകത്ത്? സത്യം പറഞ്ഞ അതിന്റെ അകത്ത് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. ഇത്രയും വൃത്തിയുള്ള മുറിക്കകത്ത് കയറിയിരുന്ന് എങ്ങനെ ഈ വൃത്തികേട് കാണിച്ചു വെക്കും? ഇവന്മാർക്ക് ഈ തൂട്ടും കൊട്ടും ഇട്ടോണ്ട് നടക്കുന്നമാർക്ക് വിവരമില്ല. അല്ലെങ്കിൽ ഇതുപോലത്തെ മുറി വലുത് വെക്കുവാണ് ഇതിന് വേണ്ടിയിട്ട്. മനുഷ്യനെ അപ്പൊ പിന്നെ നിങ്ങൾ ഉണ്ടോ ചെയ്ത്? ഞാൻ അതിനൊക്കെ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. നീ നിന്റെ ബാഗിനകത്തിന്ന് ഒരു പഴയ സാരി ഇങ്ങെടുക്ക. എന്താ എടി ഇത് അതിനകത്ത് കൊണ്ട് വലിച്ചു കെട്ടിയിട്ട് അതിന്റെ നടുക്കിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടും. ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ആ പൈസ കിട്ടിയ സമയത്ത് നമുക്ക് ആ പൈസ കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് തീർത്ഥാടനത്തിന് പോകോ അല്ലെങ്കിൽ പിള്ളേർക്ക് കൊടുക്കോ ചെയ്യല്ലായിരുന്നോ? പിള്ളേർക്ക് എന്താ കൊടുക്കാനടി? അവരെല്ലാം പഠിപ്പിച്ച ഒരു വഴിക്കാക്കിയില്ലോ ഞാൻ. ഇയാടെ പറച്ചിൽ കേട്ടാത്തൊന്നും പിള്ളേരെ പഠിപ്പിച്ച് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കിയെന്ന്. മൂത്ത ചെറുക്കന് ഒരു കത്തി എടുത്ത് കൊടുത്തു വിട്ട് റബ്ബർ വെട്ടാൻ വിട്ട് അവനെ ഒരു വഴിക്കാക്കി. ഇളയ കൊച്ചന് നല്ല പോലെ പഠിക്കുന്ന കുഞ്ഞായിരുന്നു. അവന്റെ പഠിത്തം അങ്ങ് നിർത്തി അവനെ ഇപ്പൊ ലോഡിങ്ങിന് വിട്ടേക്കുവാ. അവനെ അങ്ങനെ ഒരു വഴിക്കാക്കി.
പിന്നെ മൂന്നാമത്തെ ചെറുക്കൻ ചണ്ടയില് ചുമടെടുത്ത് നടക്കുക ഇപ്പൊ അവനെ ഒരു വഴിക്കാക്കി. പിന്നെ നാലാമത്തെ മതി ബന്ധത്തെ ഇതിന്റെ എല്ലാം കൂടെ കണക്ക് പറഞ്ഞു വരുമ്പോഴത്തേ നേരം വെളുക്കും. അതുകൊണ്ട് നമ്മക്ക് ഇനി മുന്നോട്ടുള്ള കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം തെറഞ്ഞ കാലങ്ങളാ. ഈ സന്തോഷം നീ ഊതിക്കെടുത്തല്ലേടി. സന്തോഷം എന്തോ കത്തിച്ചു വെച്ചേക്കാണോ ഊതിക്കെടുത്താൻ പറഞ്ഞ കേട്ടു. ഇവളാണിതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സന്തോഷം എന്തോന്ന് അറിയാമോ? ഞങ്ങളുടെ വീടും പറമ്പും റിമോട്ട് കാർ എടുത്തു, കുറച്ച് പൈസയും കിട്ടി. ഞാൻ എന്താ വേണ്ടാതിനെ പറയുന്നത്? റിസോർട്ടുകാരെടുത്തെന്ന് പറയും. അവരെടുത്തിട്ട് കുറച്ച് കാശ് കിട്ടി. ആ കാശും കൊണ്ട് ഞാനും എന്റെ കെട്ടിയോള് കാർത്തിയായനിയും കൂടെ ഈ നാടൊക്കെ ഒന്ന് കറങ്ങി കണ്ട് ഇതുപോലൊരു സുഖവാസ കേന്ദ്രത്തിലൊക്കെ വന്ന് താമസിച്ച് സുഖമായിട്ട് പോകാമെന്നും പറഞ്ഞിറങ്ങിയതാ. അങ്ങനെ ഇറങ്ങി ഇറക്കമായില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കാശും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ വീട്ടിലേക്ക് മൂലയ്ക്ക് കുത്തിയിരിക്കണോ അതോ നാടൊക്കെ ഒന്ന് ഇറങ്ങി കാണണോ? എന്തുവാ നിങ്ങളുടെ അഭിപ്രായം? നാട് കറങ്ങി കാണണം. കണ്ടോടി, അവർക്ക് വരെ സന്തോഷമാ. പിന്നെ നിനക്ക് എന്തായാലും തൊക്കണം. എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. മനുഷ്യനെ നിങ്ങൾ ഇന്നലെ സമാധാനത്തിൽ ഇവിടെ കിടന്ന് ഉറങ്ങിയില്ല. ഞാൻ കിടന്നുറങ്ങി, കിടപ്പ ഉറങ്ങിപ്പോയി. നിങ്ങൾ ഉറങ്ങി. എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. എന്റെ ഏത് പോളെ അടയാ മനുഷ്യനെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്ന്. അത് ഞാനെന്താ അയ്യോ, നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സുഖം ഒന്നും ഇവിടെ കിടന്നാ കിട്ടത്തില്ല. പറയുന്നേ കേട്ടോ. നമ്മുടെ മിനിക്കുട്ടിയുടെ പാട്ട് കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ മനുഷ്യര്? മിനിക്കുട്ടി എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ കൊച്ചുമോളാന്ന്. ചെവി വന്ന് മൂളുന്ന കൊതുകിലിട്ടിരിക്കുന്ന പേര് ആ മിനിക്കുട്ടി. പിന്നെ മുറ്റത്ത് വന്നിരിക്കുന്ന ഒരു തവളക്കിട്ടേക്കുന്ന പേര് ജമ്പ. അങ്ങനെ ഇരിക്കുന്നു. എന്റെ കാര്യത്തിൽ നിന്ന് കരി ഇടപെടരുത് കേട്ടോ. ശരി കാർത്തിയാനി, ഞാനൊരു കാര്യം പറയട്ടെ. ഈ വയസ്സാം കാലത്തിന് നമ്മൾ ഇനി എത്ര കാലം എന്ന് വെച്ചാ കൂടിപ്പോയ 50 55 കൊല്ലം. അതങ്ങ് കുറഞ്ഞു പോയില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഇങ്ങാർക്ക് വായു കയറി വലിയ കണ്ണും തള്ളി നാക്കും വെളിയിട്ടുണ്ടപ്പോ ഞാനൊട്ട് അന്നേരേ തീരുമാനിക്കുന്നു. പിന്നെ ആ സമയത്ത് കാരനെ കണ്ട് വടിയും പിടിച്ച സമയത്ത് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. 55 ഇങ്ങോട്ട് അടുത്തു വാ, ഇവിടെ എന്താ ഞാൻ പറയട്ടെ. നീ ഇങ്ങോട്ട് വല്ലാത്ത ഒരു നാണമാണല്ലോ. സന്തോഷം ഒന്ന് പങ്കിട്ട് എന്റെ കാർത്തിയാനിയെ. മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലുറാൻ പൂവിനെത്താ. മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലൊരാൻ പൂവിനെത്താ. തെക്കേപ്പുറത്ത് നിൽക്കുന്ന മാവ് വെട്ടാറായി. അന്നേരം നിങ്ങൾക്ക് മടിയിലൊരു അമ്പൂരെ തരാം. ഒന്ന് പിന്നെ നമ്മുടെ സുരേന്ദ്രമോൻ വിളിച്ച് രാവിലെ എന്നോട് പറയുക, അയ്യോ അവിടെ പോയി കിടക്കുന്നു. ഞാൻ പണ്ട് നമ്മള് തോട്ടിൽ കുളിക്കാൻ പോയ കാര്യമൊക്കെ ഓർത്തോട്ട് കിടക്കും. അത് പറ, ഞാൻ ഓർത്തി ബന്ധം പറ്റി. അമ്മച്ചി ഒരുമാതിരി തോന്നിയ മാസം കീന്നിയ മാസം കാണിച്ചു വെക്കുന്നതിന് ഒരു അതിരും കിതിരും ഒക്കെ ഉണ്ട്. എന്താടാ ഒച്ചനെ? എന്താന്നാ അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മാവനും കുമ്മാവനും എവിടെ? പറയുന്ന ആദ്യം നിന്റെ പേരെന്തോന്ന് പറ. ആദ്യം പറ. എന്റെ പേര് മനു കുനു എന്നൊക്കെ പറയും. കൊച്ചനെ സ്വന്തം പേരെങ്കിലും നേരെ പറയണ ഒച്ചൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മാവനും കുമ്മാവനും എവിടെയെന്ന് ചോദിച്ചത്? ഉമ്മാവൻ എന്തെന്ന് അറിയത്തില്ല, അമ്മാവൻ താണ്ട കിടക്കുന്നു. ആഹാ, എന്നെ കണ്ടപ്പോ ഒളിച്ചും കിളിച്ചും ഇരിക്കുവായിരുന്നു. ഒളിച്ചിരുന്നുള്ള കാര്യം ശരിയാ. കിളിച്ചിരിക്കാൻ ഞാൻ എന്തോടാ ചേനയാണോ? ചേനയല്ല, ഇയാള് ചൊറിയൻ ചേമ്പാണ്. ചൊറിയൻ ചേമ്പ്. ഇന്നലെ രാത്രി ഇവിടെ വന്ന് റൂം എടുത്താണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കൃത്യമായിട്ട് എങ്ങനെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്താണ്. ബാത്റൂമിൽ കൊണ്ടുപോയി ഞാൻ മുഴുവൻ കാണിച്ചു തന്നല്ലേ അമ്മാവ? അയ്യോ അതല്ല, യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്താണ്. എന്നിട്ട് ഇങ്ങനെ ചെയ്തു വെച്ച എന്താണെന്ന് അറിയാവാ? ഹോട്ടലിന്റെ താഴെയുള്ള പൂന്തോട്ടം നാറ്റി ചിട്ടേക്കുവാൻ. നിനക്ക് പണ്ടേ അറിയത്തില്ലയോ ഞാൻ പറമ്പിൽ പോക്കുന്നത്? അത് പറമ്പൊന്നും അല്ലെന്ന്, അത് ഞങ്ങളുടെ പൂന്തോട്ടവും കീന്തോട്ടവുമാണ്. നിനക്കത് പൂന്തോട്ടമായിരിക്കും, എനിക്കത് പറമ്പാ. ഒരു കാര്യം ഞാൻ പറയാം, ഇയാൾ ഈ വൃത്തിയായിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത് എവിടാന്ന് അറിയാമോ? ആന്തൂറിയത്തിന്റെ അടിയിൽ. അപ്പൊ അവർക്കാകാം, എനിക്ക് ചെയ്യുന്നതാണ് കുഴപ്പം. അയ്യ, ആന്തൂറിയം എന്ന് വെച്ചാൽ വലിയൊരു പൂവാണ്. പൂവ് എന്തൊക്കെ വൃത്തിയാണ് കാണിച്ചു വെച്ചത്. നിങ്ങൾ അവിടെ ഇവിടെ പോയിട്ട് നേരെ ഇങ്ങോട്ട് കയറി വരും. അങ്ങനൊന്നുമല്ല,
ഞാൻ നോക്കിയപ്പോ തൊട്ടടുത്ത് നല്ലൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ ഇറങ്ങി അടിച്ച് നനച്ച് കുളിച്ചിട്ടാ ഞാൻ ഈ കയറി കൊണ്ട് കലക്കിട്ട് വന്ന് നിൽക്കുവാണ്. ഇനി അതിനകത്ത് വെള്ളവും കിള്ളവും ഞാൻ തുറന്നു വിടണം. ഒരു കാര്യം പറയാം, എംഡിയോ കിംഡിയോ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലിയും കീലിയും പോകും. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് എടുക്കണം. ഇത് വെറും ഒരു ഹോട്ടലല്ല, ഇത് 5 സ്റ്റാർ ഹോട്ടലും കീട്ടലുമാണ്. നിർത്തിക്കേടാ. ആഹാ കാർത്തിയാജിയെ, നമ്മള് മിണ്ടായിരുന്നപ്പോ പറഞ്ഞു അങ്ങ് കയറി പോന്നല്ലോ. നീ പറഞ്ഞല്ലേ ഇവിടുത്തെ ബാത്റൂമിന്റെ കാര്യം. ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി ഒരു ചുറ്റാ പിടിച്ചപ്പോ തിരിച്ചപ്പോട്ടല്ലോ, അത് മൊത്തം ചോരുവാ. അതിന്റെ കിഴത്തെ ആദ്യം അടയ്ക്കണം. എന്റെ ദൈവമേ, അത് ഷെവറാണ്. അത് ഷവറാണെങ്കിൽ വാരിയിട്ട് കത്തിച്ച് കളയാം. മിണ്ടായി, ഞാൻ ബാക്കിയെ പറയാം. ഇതുപോലത്തെ വലിയൊരു മുറിയും ഇവിടെ പണിതിട്ടാ കുറെ ലൈറ്റും അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാ കുറച്ച് ഐസ് കട്ടൻ വാരിയിട്ട് തണുപ്പിച്ചിട്ട് കാര്യമില്ല. ഐസ് കട്ടയോ? ഇതിനകത്ത് എന്തോ മുട്ടിച്ച് തണുപ്പാടാ. എന്റെ ഭഗവാൻ, ഇത് എസിയും കൂസിയും വിട്ടേക്കുവാണ്. ഏത് കൂസിയാണെങ്കിലും ശരി. ഇവിടെ 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 എന്ന് പറഞ്ഞപ്പോ പല പാമ്പ് ഓടി വന്നത്. പാമ്പ് കീമ്പ് ഒന്നുമല്ല, അതെന്റെതാ. എന്തുവാ കീമ്പ്? എന്നാ പിന്നെ നീ കൊണ്ടുപോ. എടാ ഇവിടെ വായിക്ക് രുചിയായിട്ട് വല്ല വെച്ചു കൊടുക്കാൻ പഠിക്കാം. ഇവിടെ ആരാണ് അടുക്കള നിൽക്കുന്നത്? ഇതുപോലുള്ള ഹോട്ടലുകളിൽ അടുക്കള നിൽക്കുന്ന ആരാണ്? കുക്ക്, പാചക കീചകക്കാരൻ. ആ കീചകക്കാരനെ അവിടെ ഇറക്കി വിടെ. എന്തിന്? എടാ അവന് വെച്ചുണ്ടാക്കാൻ അറിയത്തില്ല. എരിയും പുളിയൊന്നും ഇല്ലാതെ അവനുണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് ഇച്ചിരി ചമ്മന്തിപ്പൊടി പൊതിഞ്ഞോണ്ട് വന്നുകൊണ്ട് ഇവിടെ ഇരുന്ന അരിപ്പത്തിരി തിന്നാൻ പറ്റി. അതാന്ന് എനിക്ക് വയറിനും പിടിച്ചില്ല. അരിപ്പത്തിരി? പിന്നെ അല്ലാതെ ദൈവമേ, ടിഷ്യൂ പേപ്പർ ചമ്മന്തിയും കൂട്ടി അടിച്ചേക്കുവാണ് ഇയാള്. എന്റെ ഭഗവാനെ, അമ്മാവ, അത് അരിപ്പത്തിരിയും കിരിപ്പത്തിരിയും ഒന്നും അല്ല. പിന്നെ എന്തുവാണ്? അയ്യോ, അത് നമ്മള് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കയ്യും കുയ്യും ഒക്കെ തുറക്കാനുള്ള പേപ്പറാണ്. അയ്യോ അമ്മച്ചി, നോക്കി നിൽക്കാതെ വല്ല മരുന്നോ കിരുന്നോ ഉണ്ടെങ്കിൽ എടുത്തു കൊടു. വയറും കീറ് കളയട്ട്. ഞാൻ എന്തായാലും ചെയ്യട്ടെടാ കുഞ്ഞെ. എടാ, എനിക്ക് ഞാൻ ഇത് വാരി വലിച്ച് തിന്നുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഞാൻ ഏതാണ്ട് കൊസറാക്കൊള്ളി ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും തൊട്ടില്ല. എനിക്ക് വിശപ്പ് വന്നപ്പോൾ ഞാൻ ആ കുപ്പിക്കകത്തിരുന്ന് ജീരകമുട്ടായി എടുത്ത് തിന്ന് വെള്ളം കുടിച്ചു. അത് മാത്രം ഞാൻ ചെയ്തു. ജീരകമുട്ടായി കുപ്പിക്കകത്തിരുന്നില്ലേടാ? മീൻ തീറ്റ എടുത്ത് തിന്നിട്ട് പറയോ ജീരകമുട്ടായി? എന്റെ ഭഗവാനെ, രണ്ടുപേരും കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാം. ടിഷ്യൂ പേപ്പറും മീൻ തീറ്റ. ഒരു കാര്യം ഞാൻ പറയാം, 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ താമസിക്കുന്നെങ്കിൽ കുറച്ചൊക്കെ മാനേഴ്സ് കീപ്പ് ചെയ്യണം. നിങ്ങളെ പോലല്ല, അപ്പുറത്ത് ഒരുപാട് മാന്യന്മാര് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, വന്നതും പോയതും ഒക്കെ കഴിയട്ടെ. അമ്മച്ചി, രാവിലെ കഴിക്കാനും കിഴിക്കാനും എന്ത് വേണം? കിഴിക്കാനൊന്നും വേണ്ട, കഴിക്കാൻ എന്തെങ്കിലും വായിക്ക് രുചിയായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടുതരാം. വായിക്ക് രുചിയായിട്ടെന്ന് പറയുമ്പം ഇവിടെ വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടോ കൊണ്ട് തരാൻ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ചെവിക്കകത്ത് വെച്ചാണ് കഴിക്കുന്നത്. എന്തെങ്കിലും കഴിക്കാൻ കൊണ്ട് തരാനാ പറഞ്ഞു. എന്തുവാ വേണ്ടത്? നീ പോയിട്ട് കുറച്ച് വാട്ടക്കപ്പ പുഴുങ്ങിയത് കൊണ്ടുവാ. പാട്ടക്കപ്പ കേട്ടിട്ടില്ലേ? എന്റെ അമ്മാവ, ഇവിടെ കപ്പയും കിപ്പയും ഒന്നും കിട്ടത്തില്ല. പിന്നെ അപ്പം കിപ്പം കിട്ടുവോ? അപ്പം കിപ്പോ? ഇവിടെ കപ്പയൊന്നും അലൗഡ് അല്ല അമ്മച്ചി. മോനെ, 1 കിലോ കപ്പയൊന്നും വേണ്ട, ഒരു 5-6 കൊണ്ടുവന്നു, അത് മതി. 1 കിലോ ഭ്രാന്ത് പിടിച്ചിട്ട് എങ്ങോട്ടല്ലേ എന്തിനു വന്ന് കേറാ? ഭ്രാന്താ, നീ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ, കുറച്ച് വാട്ടക്കപ്പ പുഴുങ്ങിക്കൊണ്ട് വന്നാ മതി. മീൻ ഞാൻ ഇവിടെ ചുട്ടു വെച്ചിട്ടുണ്ട്. മീൻ ചുട്ടു വെച്ചതാ? 5 സ്റ്റാർ ഹോട്ടലിൽ കയറി മീൻ ചുട്ടു വെച്ചത്? ഈ മീനിന്റെ മണം അങ്ങനെ അപ്പുറത്ത് അടിച്ചു കഴിഞ്ഞാൽ അവര് കംപ്ലൈന്റ് കൊടുക്കും. പിന്നെ എംഡിയും കിംഡിയും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലിയും കീലിയും പോകും. നിങ്ങൾ എന്ത് വൃത്തികളൊക്കെ കാണിച്ചിരിക്കുന്നത്? അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ഈ മീൻ എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടാനാ? ആ ചില്ലുകൂട്ടി കിടപ്പുണ്ടായിരുന്നു. ഒരു 4 എണ്ണം നല്ലതെടുത്ത് ഞാൻ വറുത്ത് വെച്ചു. എന്താ നിനക്ക് വേണമായിരുന്നു? ഭഗവാനെ, അക്കൂറിയത്തിൽ കിടന്ന ലക്ഷങ്ങൾ വിലയുള്ള മീനെ എടുത്ത് ചുട്ട് വെച്ച്. എടോ, പാട്ടക്കപ്പഴോടെ കഴിക്കാനാണോ ലക്ഷങ്ങൾ വിലയുള്ള മീനെടുത്ത് ചുട്ട് വെച്ചത്? എന്താ മുട്ടുപോലെ പൊടിഞ്ഞു പോന്നടാ? അല്ല അമ്മച്ചി, ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്തോ, രണ്ടുപേരും ഇപ്പൊ ഇവിടെ അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? ഇവിടെ ആരാ തീട്ടത്? ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം. ഞങ്ങള് ഗ്രാമപ്രദേശത്ത് നിന്ന് വരുവാ. ഈ ചില പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും കുറവുണ്ടെന്നേ ഉള്ളൂ എന്നും കരുതി ഈ കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് ഈ കണ്ണുതിരിവ് ഞങ്ങൾ കാണിക്കത്തില്ല. ചോദിച്ചത് തീയിട്ട് വെച്ചത് മീൻ ചുടാൻ വേണ്ടി ഇട്ട് വെച്ചതാ. പിന്നെ ഞാൻ അവിടെ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ ഇറങ്ങിക്കോളൂ. ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. MD അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണിയും കിണിയും പോകും. പണിയും കിണിയും പോയി കഴിഞ്ഞാൽ നീ തുണിയും മണി ഇറച്ചോണ്ട് ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത്, എടാ, നമ്മക്കൊരു സ്ഥലത്ത് നിലയും വില ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പൊ ഇറങ്ങിക്കോട്ടെ. അതാണ് അന്തസ്. എന്റെ കാര്യം നോക്കാം. നീ കളാറിനെ കണ്ടു പഠിക്കടാ. ഇങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നതെന്തില്ല. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം 5 വർഷം എന്റെ വീട്ടിലായിരുന്നു പൊറുതി. ഒരു പണിക്കും വേലയ്ക്കും പോകത്തില്ല, തിന്നും കുടിച്ച് മരിക്കാൻ തന്നെ ഇരിക്കുമായിരുന്നു. അവസാനം എന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞപ്പം എല്ലാവരോട് ചെവിക്ക് പിടിച്ചു വെക്കി വെളിയിൽ വിടുവായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ വീട്ടിൽ കിടന്ന് വഴക്കിടുന്ന പോലെ ഇവിടെ കിടന്ന് വഴക്കിടരുത്. ഇത്
5 സ്റ്റാർ ഹോട്ടൽ. എന്റെ വീട്ടിൽ കിടന്ന സാധനം അടിച്ചു പൊട്ടിക്കാൻ ഞാനടി പറഞ്ഞത്. എന്റെ ദൈവമേ, ഏത് സമയത്താണ് ഇവര് വന്ന് കേറിയത്? ഇതെല്ലാം അടിച്ച് പൊട്ടിച്ച ദൈവമേ, ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയേക്കുന്നത്. MD വരുമ്പോ ഞാൻ എന്താ പറയും? ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ കൊടുക്കേണ്ടി വരും. ഇന്റെ ലക്ഷക്കണക്കിന് രൂപയൊക്കെ ഞാൻ തരുവാടാ. എന്റെ കാശുണ്ട്, കാശുമായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എടാ നിനക്കറിയാവോ, എന്റെ വീടും പറമ്പും റിമോട്ട് കാർ എടുത്തു, കുറച്ച് കാശ് കിട്ടി. റിമോട്ട് കാർ എടുത്തെങ്കിൽ ആ കാറിനകത്ത് കയറി എവിടെയെങ്കിലും പോകാൻ പറ്റുന്നുണ്ടോ? എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നു? എടാ കുഞ്ഞ റിമോട്ടുകാരനല്ല, റിസോർട്ടുകാരെടുത്തെന്ന് പറയുക. ആക്കുള് പോയപ്പോഴും ആ കാശും കൊണ്ടാ ഞാൻ ഇവിടെ കിടന്ന് കളിക്കുന്നത്. നിന്റെ കാശ് എത്രയെന്ന് പറയടാ, നീ കണക്കെടുക്ക്. നിങ്ങള് നേരെ റിസപ്ഷനിൽ പോകുമ്പോ ഒരു ലേഡി ഇരിപ്പുണ്ട്. അവിടെ ജോലി കളയണോ? കളയുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ലേഡിയുടെ കയ്യിൽ ബില്ലോ കില്ലോ കൊടുക്കുക. അത് കഴിഞ്ഞ് അവിടുന്ന് വല്ല ഓട്ടോയോ കീട്ടോയോ കിട്ടുമെങ്കിൽ പിടിച്ച് സ്റ്റാൻഡിൽ ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വല്ല ഞങ്ങൾ അവിടുന്ന് എങ്ങനെയും പൊക്കോളാം. അതെന്താ? വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ എന്തുവാ പറയുന്നതെന്ന് എനിക്ക് ഇവിടെ കിട്ടി. അങ്ങനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. പിന്നൊരു കാര്യം, ഈ ഹോട്ടലിലെ ബില്ല് മാത്രം ക്ലോസ് ചെയ്ത് പോവാന്ന് കരുതണ്ട. എന്റെ പണി പോകുന്നുള്ള കാര്യം ഉറപ്പായി. 40,000 രൂപ ശമ്പളം എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. 1-2 വല്ല 40,000 30,000 രൂപ ശമ്പളം എനിക്ക്. എടാ ഈ 40,000 രൂപ എന്തോ എടുക്കാനാടാ? ഈ 40,000 രൂപ എടാ നീ ഞങ്ങളെ രണ്ടുപേരെ നോക്കാൻ നിൽക്കുവാണെങ്കിൽ നിനക്ക് ഞാൻ 1,00,000 രൂപ തരും. ഈ അമ്മച്ചി വിളിച്ചോണ്ട് പൊക്കോടോ, 1,00,000 രൂപ തരും. ഇടാ അത് പറഞ്ഞ അങ്ങനെ അവന് 1,00,000 രൂപ തരുമെന്ന് പറഞ്ഞാൽ തരും. എവിടുന്ന് തരും? മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞെ കൈ നീട്ടിതാ 50,000 രൂപ ഉണ്ട്. അഡ്വാൻസ് കണ്ടോ, നിനക്ക് 50,000 രൂപ കിട്ടിയില്ലോടാ ഇപ്പൊ? കാര്യമായിട്ട് പറഞ്ഞ പിന്നെ ഇത്ര നേരം ഇവിടെ കളി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും വരുതാത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനേ ഞങ്ങളുടെ MD-നെ ഒന്ന് വിളിക്കട്ടെ. നല്ല 4 തേറി അയാളോട് പറയണം. അയാളെ വിളിച്ച് ചീത്ത ഒന്നും പറയരുത്. കാരണം ഇത്രയും നാളും നിനക്ക് ജോലി തന്ന ഒരു മനുഷ്യനാ. അപ്പൊ സ്നേഹമായിട്ട് പറഞ്ഞ ഒഴിഞ്ഞു നമ്മളിപ്പോ നമ്മുടെ മാന്യത ചേർന്നല്ല. അങ്ങനെ ചെയ്യരുത്. വേറെ ജോലി കിട്ടിയത് മാത്രം പറഞ്ഞ. ഹലോ, MD അല്ലേ? ഞാൻ മനുങ്കിന് പോവാ. ഈ ഹോട്ടല് കൊടുക്കുന്നുണ്ടോ? ഇല്ലേ? എങ്കിൽ ഞാൻ ഇവിടുത്തെ ജോലി റിസൈനും കുസൈനും ചെയ്തു. എനിക്ക് തരാനുള്ള ബാലൻസ് പൈസയോ അതേതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്ക്. എനിക്ക് മാസം 1,00,000 2,00,000 രൂപ ശമ്പളം. എന്റെ മുതലാളിയുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുക്കാം. ബാക്കി മുതലാളി സംസാരിക്കും. ഹലോ, MD അല്ലേ? എടാ നീ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ട് MD അല്ല, MD. എടാ MD, നീ ഈ ചെറുക്കന് ഇവിടെ കുറച്ച് നാളായിട്ടിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലോടാ. എടാ കഴിവേറി ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞു. അതാ നിന്നോട് ഞാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ. അവിടുത്തെ ഇനി ഒരു കുഴപ്പമില്ല, ഇനി സമാധാനമായിട്ട് പോവാം. സംസ്കാരത്തോടു കൂടി സംസാരിക്കാനാ പറഞ്ഞത്. ഇവിടെ നടന്നൊരു സാംസ്കാരിക സമ്മേളനമായി പോയി. ചില സമയത്ത് പിടിവിട്ട് പോകും. ആണല്ലേ? സാരമില്ല, മാസം 1,00,000 രൂപ ശമ്പളമുള്ള ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോന്ന്. എന്നാ പിന്നെ നമുക്ക് പോയാലോ സാറേ? മേഡം, നമുക്ക് ഇറങ്ങാം. നീ ആ തുണി മണിയൊക്കെ എടുത്ത? അതെന്റെതാ. എന്തുവാ മണി? എന്നാ പിന്നെ നീ എടുത്തോ. നീ തുണിയുടെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓ എന്തുവാടാ? ഇതിന്റെ മേളിലും താഴെ മാത്രമാണ് നോട്ട്. അടുക്ക് വെള്ള പേപ്പർ വെച്ചേക്കുവാ. പേപ്പർ വെച്ചേക്കുവാ, അത് ഞങ്ങൾക്ക് അറിയാം. അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടെ കേറി വന്ന് എന്നെ പറ്റിക്കായിരുന്നല്ലേ? എന്റെ ജോലി പോകും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എടോ, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ വീട് ഏതോ റിസോർട്ടുകാരെടുത്ത് അതിനൊരു കൈനിറയെ കാശ് കിട്ടിയെന്ന്? മേളിലും താഴെ പൈസ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഞാൻ പറഞ്ഞ ശരിയില്ലോടാ. റിസോർട്ടുകാരെടുത്തു പൈസ കിട്ടിയെന്നുള്ള കാര്യം ശരിയാ. പിള്ളേർക്ക് വീതം കൊടുത്തതിന്റെ ബാക്കി ഈ മേളിലും താഴെ വെക്കാനും ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അതായത് മേളിലും താഴെ വെച്ചിട്ട് പറക്കാം. ഇത് ബർഗറാണോടോ? ഇത് നോട്ടാണ്. നിങ്ങളുടെ താഴെ പറഞ്ഞ പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ വന്ന് താമസിക്കാൻ. ഇത് 5 സ്റ്റാർ ഹോട്ടലും കീട്ടലുമാണ്. ആയിരിക്കോട്ടെ. എടാ മക്കളെ, ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ചാവുന്നതിന് മുമ്പ് ഇതുപോലൊരു വലിയ കെട്ടിടത്തിൽ വന്ന് കിടന്ന് താമസിച്ച് സുഖിച്ചൊക്കെ പോണമെന്ന്. എന്തായാലും അതങ്ങ് നടന്നു. ഇനിയിപ്പോ നമുക്ക് ചത്താലും കുഴപ്പമില്ല. ചാവണ്ട ഒരു കാര്യവുമില്ല. രണ്ടുപേരെ ഇവിടെ ഞാൻ കൊല്ലുകയും കില്ലുകയും ചെയ്യും. കില്ലുകയും ചെയ്യും. ആയിക്കോടാ. യാക്ക് ഇത് തീർക്കാൻ പരിചയമില്ലെന്നോ? അങ്ങനെ സ്കിറ്റ്
കഴിഞ്ഞു. വിഷ്ണു ചേട്ടാ ഇതിനു മുമ്പ് മുത്തശ്ശിമാരുടെ വേഷം കെട്ടിയിട്ടുണ്ടെങ്കിലും ഈ മുത്തശ്ശിക്ക് ഒരു പ്രത്യേക അഴക്, മുഖത്തൊരു മറുകൊക്കെ ആയിട്ട്. എന്തായാലും അഴകിൽ കാര്യമില്ല, ചിരിച്ചോന്ന് നമുക്കറിയാം. നമുക്ക് നസീർക്ക് ചിരിച്ചോന്ന് ആദ്യം ചോദിക്കാം. രാജ്മോഹൻ, അഭിലാഷ്, വിഷ്ണു, ഇത് കൊള്ളായിരുന്നു കിള്ളായിരുന്നു. രസമുണ്ട്. മുത്തശ്ശി നല്ല ലൈവായിരുന്നു ഇതിൽ കേട്ടോ. ഇതിപ്പോൾ എത്രാമത്തെ തവണ ഇത്? 6-7 ആയി. പക്ഷെ നമുക്ക് ബോറടിക്കുകയില്ല കേട്ടോ. 7 പ്രാവശ്യം വന്നെങ്കിലും നമുക്ക് ബോറടിക്കുകയില്ല. മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മറുക് ഇവിടെയും. മറുകിലുള്ള പഴയ പ്രേം നസീർ സിനിമയിലെ പോലെ മറുകെടുക്കുമ്പോൾ വേറെ ആള്. അത് വിഷ്ണു ആയിരുന്നോ? മനസ്സിലായില്ലേ? മനസ്സിലായില്ല. വിഷ്ണു ചേട്ടൻ. അയ്യോ മറുകു ഞാൻ മനസ്സിലായി. അതേപോലെ കണ്ടന്റ് നല്ല രസമുള്ള നല്ലൊരു ഐഡിയ ആയിരുന്നു. സ്ഥലം വിറ്റ് കിട്ടിയ കാശിന് ഒരു വലിയ ഹോട്ടലിൽ താമസിക്കുക എന്നുള്ള ഒരു ആ സ്വപ്നം, അത് ആ ഐഡിയ നല്ല ഐഡിയ ആണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് ഒന്നും അറിയാൻ പാടില്ലാത്ത ഗ്രാമത്തിൽ നിന്ന് വന്ന 2 പേര് കാട്ടിക്കൂട്ടാകുന്ന വികൃതികളൊക്കെ ആ ഹോട്ടലിൽ കാട്ടിക്കൂട്ടുന്നു. അതൊക്കെ നല്ല സംഭവമായിരുന്നു. എൻഡിലേക്ക് ഒന്നുകൂടി ഒന്ന് ആഞ്ഞ് പിടിക്കാമായിരുന്നു. ക്ലൈമാക്സ് ഭാഗത്തേക്ക് കുറച്ചുകൂടി ഒന്ന് പിടിക്കാമായിരുന്നു. അവർ തമ്മിലുള്ള ഫൈറ്റുകൾ, ആ ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു. രാജ്മോഹൻ വന്നതിന് ശേഷം ആ ഒരു ഹോട്ടലിലെ ജീവനക്കാരെന്നുള്ള നിലയ്ക്ക് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു. പക്ഷേ എൻഡിലേക്ക് വന്നപ്പോൾ എന്തോ ഒരു ക്ഷാമം ഫീൽ ചെയ്തു. ക്ലൈമാക്സ് കിട്ടിയില്ല. പിന്നെയും ആൻറ്റി ക്ലൈമാക്സ് എന്ന് പറഞ്ഞ പോലെ ഇത് ഇവൻ ഒരിക്കലും പറഞ്ഞ് നിർത്താൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്നിടത്ത് കൊണ്ട് അവസാനിപ്പിച്ചു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ സ്കിറ്റിന് ആവശ്യമായ അത്യാവശ്യമായ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. കുഴപ്പമില്ല. താങ്ക് യു നസീർ. അഭിജിക്കുട്ടൻ ചേട്ടാ? നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് സ്പീഡ് കൊണ്ട് നമ്മളെ ഇപ്പോഴത്തെ സിനിമകളൊക്കെ കണ്ടല്ലേ, നല്ല സ്പീഡാണ്, ഫാസ്റ്റ്നെസ് ഉള്ള സിനിമകളാണ്. നമുക്ക് ഒന്നിനും ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. അതുപോലെ ഒരു സ്കിറ്റായിരുന്നു. കാരണം നിങ്ങൾ ആദ്യം നമ്മുടെ അഭിലാഷും അതുപോലെ വിഷ്ണു കൂടി ഉള്ള ആ ബെഡ്മ ഉള്ള സംഭവങ്ങളും കാര്യങ്ങളും നിങ്ങൾ എന്തിനാണ് വന്നാക്കണേന്നുള്ളതും, പിന്നെ രാജ്മോഹൻ വന്നപ്പോഴുള്ള ഈ അവസാനം വരെയും നമുക്കൊരു ഗ്യാപ്പ് തന്നിട്ടില്ല. അത് നല്ലൊരു ഐഡിയ ആണ്. കാരണം അങ്ങനെ വേണം സ്കിറ്റിന്. ലാഗ് വരുമ്പോൾ, ഗ്യാപ്പൊക്കെ വരുമ്പോൾ ലാഗ് വരും സ്കിറ്റിന്. ഇത് ലാഗേ ഉണ്ടായിരുന്നില്ല. ആദ്യം തുടങ്ങി അവസാനം വരെ നല്ല ജിൽ പോലെ ഇരുന്നിരുന്നു. പിന്നെ ഈ നമ്മളെപ്പോഴും ആളുകളൊക്കെ ഒരു സാധനത്തിനെ നന്നായിട്ട് പറഞ്ഞുകൊണ്ടും അതിനെ വേറൊരു കാര്യത്തിലേക്ക് വളക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ തിന്നാലും എന്നൊക്കെ പറഞ്ഞ 2 കാര്യങ്ങൾ പറയൂലേ, അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്കിറ്റിൽ ഉടനീളം കാണുന്നത് കേട്ടോ. അത് ഗംഭീരമായിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അത് 2 പ്രാവശ്യം 1 പ്രാവശ്യമൊക്കെ പറഞ്ഞ് നിർത്താവുന്ന സാധനമാണ്. പക്ഷേ അവസാനം വരെ കൊണ്ട് ഒരു ക്ലൈമാക്സ് വരെ എത്തിച്ചത് വളരെ മനോഹരമായിട്ടുണ്ട്. അവസാനത്തെ ഈ പറഞ്ഞോട്ട് ക്ലൈമാക്സ് ഈ പറഞ്ഞ പഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ പഞ്ച് കിട്ടിയില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നല്ല ജില്ലിൽ നിന്ന് കളിച്ചു വന്നു. പക്ഷേ പഞ്ചുള്ളൊരു ക്ലൈമാക്സും കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവലിൽ വരാം. 3 പേരുടെ കാര്യത്തിലും നല്ല കോമഡികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷിൻ്റെ അച്ഛൻ അപ്പൂപ്പൻ കഥാപാത്രവും നന്നായിരുന്നു. ആ പാട്ടിൻ്റെ ആ എലമെൻ്റൊക്കെ കൊണ്ടുവന്ന് നന്നായിരുന്നു. ഒരിക്കലും ഞാൻ കരുതിയില്ല ഈ 2 പേരെ ഇവിടെ കൊണ്ടുവരുന്നുള്ളൂ. അതൊരു പുതുമ തന്നെയായിരുന്നു കേട്ടോ. അവസാനം വരെ നല്ല കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ക്ലൈമാക്സിൽ അത്യാവശ്യം ഉണ്ടാക്കിയൊരു പഞ്ചിന് വേണ്ടി ഇങ്ങനെ നിർത്തണ്ടേ, അങ്ങനെ എനിക്ക് തോന്നിയിരുന്നത്. നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണോ ഇതാണോ നിങ്ങൾ ഇത് തന്നെ ഫിക്സ് ചെയ്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു ക്ലൈമാക്സിന് ഇത്തിരി പോരായ്മ തോന്നി. ബാക്കിയെല്ലാം നന്നായിരുന്നു കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ആസിസിക്ക? ചങ്കളെ സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ എന്നൊരു ഐഡിയ പ്ലീസ്. എൻ്റെ അഭിപ്രായമാണത്. ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എല്ലാ ടീമിനും ചില ആർട്ടിസ്റ്റുകൾ ഭയങ്കര ഒരു സ്പെഷ്യൽ ആർട്ടിസ്റ്റുകളായിട്ട് മാറുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ ഈ ടീമിൽ ഞാൻ പറയുന്നത് രാജ്മോഹനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സാമ്പാർ കീമ്പാർ ഇന്നൊരു സാധനം നമ്മളൊക്കെ പണ്ട് സ്കിറ്റ് കളിച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ ബിജേട്ടൻ പറഞ്ഞതുപോലെ ആ സ്കിറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു പരിപാടി കൊടുത്തിട്ട് പോവുക എന്നുള്ളതല്ലാതെ ഈ സാധനം മുഴുനീളം ഇന്ന് കേൾക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ഒരു അരോചകം പോലും നമുക്കുണ്ടായിട്ടില്ല. കാരണം ചെയ്യേണ്ട സ്ഥലത്ത്, അടിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് അതിനെ തിരിച്ചടിച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വിഷ്ണുവിനെ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. കാരണം വിഷ്ണു നമ്മുടെയൊക്കെ ട്രൂപ്പിൽ കളിക്കുമ്പോൾ ഒരു ഗംഭീര ഫിഗർ ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, ഇത് വന്നപ്പോൾ തന്നെ ഇതുപോലത്തെ ചില അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ. സീരിയസ്ലി ആ നടത്തം, ഇത് ഈ സ്കിറ്റിൻ്റെ ഇത്രയും സമയം ആ സ്കിറ്റിൻ്റെ ആ ഒരു നിപ്പുണ്ടല്ലോ, നിൽക്കുന്ന ഒരു അങ്ങനെ അസാധ്യം എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടിയല്ല. കാല് വെച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാം വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. പക്ഷെ നിങ്ങൾ മുഴുനീളം തെറ്റിക്കാതെ ഒരു സ്കിറ്റ് ഒരു 10-30 മിനിറ്റോളം ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു പരിപാടിയാണ്. അഭിലാഷേ ഒരു ഗംഭീര അച്ഛനായിരുന്നു അവരപ്പൂപ്പൻ. കാരണം ഇപ്പം ഇതിൽ നമ്മൾ കുറച്ച് ചിരിച്ചു. അതിലുപരി ഇതിനകത്ത് വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ സ്വന്തം വീട് വിറ്റ് റിസോർട്ടുകാരെടുത്ത് കുറച്ച് പൈസ കൊടുത്തു. പക്ഷെ എന്നിട്ടും ഈ അമ്മയും അച്ഛനെയും ആ മക്കൾ പറ്റിച്ചു എന്നാണ് അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയത്. അമ്മയും അച്ഛനെയും എന്നിട്ടും ആ പൈസ വാങ്ങിക്കൊണ്ട് അച്ഛനും അമ്മയും
മക്കൾ പറ്റിച്ചു. അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പരിപാടികൾ ഇതിനകത്തുണ്ടായിരുന്നു. ഗംഭീര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്കിറ്റായിരുന്നു. അടിപൊളി സ്കിറ്റായിരുന്നു. ഒരുപാട് ആസ്വദിച്ച് ഒരുപാട് ചിരിച്ചു. കിടിലം ആക്ടിംഗ് ആയിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. സൂപ്പർ. അപ്പൊ നല്ല അഭിപ്രായം കേട്ടു. നമുക്ക് ഇനിയിപ്പം മാർക്ക് ചോദിക്കാം അല്ലേ? നമുക്ക് നസീറിക്കാൻ തുടങ്ങാം. ഞാനൊരു 14,000 രൂപ കൊടുക്കും. 14,000 ബിജുക്കുട്ടൻ ചേട്ടാ. ഞാനൊരു 5,000 രൂപ അല്ല ഒരു 1,000 രൂപ കൂട്ടിലിട്ട് 1,000 രൂപ കൂട്ടിലിട്ട് 16,000. 16,000. Okay. അല്ല 1000 കൂട്ടിയാൽ 15 വരുള്ളൂ. അപ്പൊ 2,000 കൂട്ടിയിട്ട് 16,000. അപ്പൊ 30,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. അസിസിക്ക ഞാൻ അക്കൗണ്ടിൽ അങ്ങിടാം. അതെ, അക്കൗണ്ടിൽ എന്നാ പിടിച്ചോ. അയ്യോ, 60,000 രൂപയാണ് ഈ നേടിയിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഒരു 2-3 ദിവസമൊക്കെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ചു അല്ലേ? ഉറപ്പായിട്ടും ഇത് മക്കൾക്ക് കൊടുക്കണ്ട. അതെ, 60,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഹാപ്പി അല്ലേ? അപ്പൊ അടുത്ത തവണ കൂടുതൽ കൗണ്ടേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് എനിക്കൊരു കാര്യം, അവിടെ തീ ഇട്ടില്ലേ അതെനിക്ക് തോന്നുന്നു തീ കാഞ്ഞാ മതിയായിരുന്നു. ഡിസംബർ ഒക്കെ അല്ലേ, ഇത്രയും വയസ്സായ തള്ളല്ലേ. അല്ല ആ റൂമിൽ AC അല്ലേ, അതിന്റെ തണുപ്പ് പറ്റാത്തോണ്ട്. തണുപ്പിന്റെ കുറച്ചും കൂടി, കാരണം മറ്റേ ഫിഷിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ ഓൾറെഡി ചിരി വീണു വറുത്തുന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ചുട്ടുന്നുള്ള കാര്യം പറയണ്ട, ഇതൊന്ന് പിടിച്ചാൽ മതി. നല്ല തണവുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് പോകാല്ലേ. അടുത്ത തവണ വീണ്ടും കാണാൻ ചേട്ടന്മാരെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ചിരി ഇരുന്നും കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇതാ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരുടെയും വയറ് നിറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സും നിറഞ്ഞു എന്ന്. പൈസയും തീർന്നു. പൈസ തീർന്നു. പൈസ തീർന്നെങ്കിൽ ഇനിയിപ്പോ ഐറ്റം വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കാനില്ലല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് പൈസയൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം അല്ലേ? Till then, this is me Meenakshi Sudhir signing off from Flowers Comedy in the Item Vere. Bye.